അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്വാഗതം എന്നോട് ഇനി പുതിയൊരു വീഡിയോക്ക്. ഇന്നേക്കാണെങ്കിൽ ഞാനിങ്ങനെ മാസ്ക് ഇട്ട് എന്നോട് മുറി ക്ലീൻ ചെയ്യാൻ പോകുക. അപ്പോൾ നമുക്ക് നമ്മളോട് മുറി ക്ലീൻ ചെയ്യാം. എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കിട്ടത്തില്ല. സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ വാ നമുക്ക് ക്ലീൻ ചെയ്യാം. ആദ്യം ഞാൻ ഇതെടുത്ത് ഈ മേലെല്ലാം ക്ലീൻ ആക്കട്ടെ. ഈ ഇടയിൽ കടയിലെ ജോലിയും ചെയ്യണം. കടയ്ക്ക് ഇൻ്റെക്ക് പാൽ വണ്ടി വന്നായിരുന്നു. അപ്പം പാലും എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ പാലച്ചയും വന്ന കടയിലെ ജോലിയും ചെയ്യണം, ഇതും ചെയ്യണം. ഫ്രീസർക്ക് നമുക്ക് പാല് എടുത്തത് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളോട് ഇപ്പോൾ പാതി ജോലി കഴിഞ്ഞ് AC-യുടെ മേലെയും ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് ഫാനും ക്ലീൻ ചെയ്ത് അതെല്ലാം ക്ലീൻ ചെയ്യും മുമ്പ് ഞാൻ എന്നോട് ബെഡിക്ക് ഇങ്ങനെ ഒരു കവർ ഇട്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് എല്ലാം പിന്നെയും ബെഡും പുറത്ത് എടുത്തിട്ട് മുഴുവൻ ക്ലീൻ ആക്കാൻ വേണ്ടി വരും. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ജോലി നമ്മളോട് ജനയിൽ ക്ലീൻ ചെയ്യണം. പിന്നെ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ട് അതും വാഷ് ചെയ്യണം. പിന്നെ ബെഡ് സെറ്റാക്കണം. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ തൂത്തടിച്ചിടണം. തൽക്കാലം കുറച്ച് അടിക്കാം. ഈ മേലിലുള്ള എല്ലാം താഴെ വീണല്ലേ. എപ്പോൾ വീട് ക്ലീൻ ചെയ്യാലും എപ്പോൾ എന്നോട് മുടി കെട്ടിയാലും കണ്ടോ കാണാൻ പറ്റുമോ ഗൈസ്? ഇതാണിപ്പോൾ എനിക്ക് ഇരിക്ക ഏറ്റവും വലിയ ടെൻഷൻ. ഈ കണ്ടോ ഈ എല്ലാം മുടി എല്ലാം പോയി. ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലെയാ. എന്നെ ചെയ്യും? എനിക്ക് ഡോക്ടറും നോക്കാൻ പോകണം. 2-3 ദിവസം ലാബിലേക്ക് പോയായിരുന്നു. എനിക്ക് പിന്നെയും ഡോക്ടർ നോക്കാൻ പോകണം. നമുക്ക് അതുക്കും പോകണം. ഇതും ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങാം. ഒരിക്കലും നമുക്ക് എപ്പോഴും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് സമയം കിട്ടുമ്പോൾ അത് ഞങ്ങൾ ടോട്ടൽ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം നമുക്ക് കുറേ ദിവസങ്ങളത് വെക്കാം. എത്രയോ ഡസ്റ്റ് ഉണ്ടായിരുന്നു. എത്രയോ ഡസ്റ്റ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തതില്ല. ചെയ്യുമ്പോൾ നല്ലപോലെ ചെയ്യും. എത്രയോ ഡസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പോയിട്ട് ഇത് കളയാം. അപ്പോൾ ഗൈസ് പുറത്തായും പോയിട്ട് ക്ലീൻ ചെയ്ത് അകത്തിരുന്നും ക്ലീൻ ചെയ്ത് ഇപ്പം ബാലൻസ് ഉള്ളത് 2 കർട്ടൻ വാഷ് എടുക്കണം. ഓപ്പൺ ചെയ്തെടുത്തിട്ട് അത് വാഷ് ചെയ്യണം. പിന്നെ ഈ ഭാഗത്തിൽ കർട്ടൻ ഉണ്ട്, അതും എടുത്ത് വാഷ് ചെയ്യണം. പിന്നെ മുഴുവൻ ക്ലീൻ ആക്കണം. ആവശ്യമില്ലാത്ത തുണിയുണ്ട് അൽമാരിയിൽ, അതെല്ലാം എടുത്തിട്ട് ഈ ക്യാൻസർ ആൾക്കാർക്ക് വരുമല്ലോ, നമ്മളുടെ ഏരിയയിലൊക്കെ വരുവാണ് ഇങ്ങനെ തുണിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി. അപ്പം അതിൽ നമുക്ക് ഇടാൻ പറ്റാത്ത നല്ല തുണികളുണ്ടെങ്കിൽ, ഇപ്പം ഇടാൻ പറ്റാത്ത മീനിങ് ഇപ്പം ഞാൻ വണ്ണം വെച്ച് കാരണം എനിക്ക് ചെറിയ തുണിയുണ്ട്. അപ്പം എനിക്ക് ഇത് ഇടാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തുണിയൊക്കെ ഞങ്ങൾ എടുത്ത് ബാഗിലാക്കി വെക്കും. അപ്പം ക്യാൻസർ രോഗികൾക്ക് ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അവങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറേ ആള് ഇങ്ങനെ തുണിയൊക്കെ കൊണ്ടുപോകും. അപ്പം അവങ്ങൾക്ക് ഞങ്ങൾ അത് കൊടുക്കും. ഗൈസ് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തത് എൻ്റെ അമ്മയാണ്. അമ്മ എന്നെ വെച്ചിട്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. എനിക്ക് എന്നോട് സ്വന്തം ജോലി മാത്രം ചെയ്യും. അപ്പം ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴൊക്കെ അല്ലേ ചെയ്താതെ ചെയ്യുമ്പോഴേക്ക് കണ്ടേ ഭയങ്കരമായിട്ട് വേരിക്കും. അങ്ങനെ പറഞ്ഞാൽ ചെയ്യിപ്പിക്കത്തില്ല. എനിക്ക് എന്തോ അറിയില്ല. അത് കാരണമായിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സ്വന്തം നാട്ടിലില്ല നിൽക്കുന്നത്, ഞാൻ ഈ കേരളത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് ഒന്നും ഫീൽ ആകത്തില്ല. മീനിങ് എൻ്റെ അമ്മ എന്നെ വെച്ച് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. ഭയങ്കര സ്നേഹമാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും 2 പേരും ഭയങ്കര സ്നേഹമാണ്. ഞാനും അങ്ങനെയാ, ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്താ ചെയ്യും? വീട് തൂത്തടിച്ചും അത്രയേ ഉള്ളൂ. എന്നോട് തുണി അലക്കും, എന്നോട് കാര്യങ്ങൾ നോക്കും, കട നോക്കും, ക്ലാസ്സിക്ക് പോകും. അതാ എൻ്റെ ഡെയിലി റുട്ടീൻ. അപ്പോൾ അമ്മയാണ് വീട്ടിലെ കുക്കിംഗ് എല്ലാം ചെയ്യുവേൻ. അപ്പോൾ അത് കാരണം ചെറുത് ചെയ്തിട്ടാലും പെട്ടെന്ന് എനിക്ക് വേരിക്കും. അപ്പോൾ ഗൈസ് എനിക്ക് ഇനിയൊരു കാര്യം കാണിക്കാൻ വേണ്ടിയുണ്ട്. ഞാനിക്ക് ഈ മണി ചലഞ്ച് തുടങ്ങിയായിരുന്നു.
ഈ മണി ചാലഞ്ച് തുടങ്ങിയായിരുന്നു. ഇത് ഞാൻ തുടങ്ങിയത് എന്നോട് ഹസ്ബൻഡ് ബർത്ത്ഡേ വരുവൻ ഏപ്രിൽ 20-ാം തീയതി. അപ്പോൾ ഏപ്രിൽ 20-ാം തീയതി ഹസ്ബൻഡിന് എന്നെ ഒരു വലിയ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് മണി ചാലഞ്ച് തുടങ്ങിയത്. അപ്പോൾ ആണെങ്കിലും എനിക്കിത് ഇടയിൽ വെച്ച് കുറച്ച് എടുക്കാൻ വേണ്ടി വന്ന് അമ്മയുടെ അച്ഛനോടെയും വെഡിങ് ആനിവേഴ്സറി വന്ന ശേഷം ഞാൻ ഇതിലിരുന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അമ്മയ്ക്കും ചാച്ചനക്കും ഗിഫ്റ്റ് കൊടുത്തുമായിരുന്നു. ഹീറ്ററില്ലേ, ഞാൻ ഹീറ്റർ മേടിച്ച് ആ ഹീറ്ററും ഞാൻ ഇവിടെ ഇരുന്ന പൈസയാണ് എടുത്തത്. അപ്പം ഈ ഹസ്ബൻഡുള്ള സമയം കളിച്ചതായിരിക്കും. ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റൊന്നും കളിക്കത്തില്ല. അത് ഇപ്പം അൽമാരിക്ക് മേലെ ക്ലീൻ ചെയ്തല്ലേ, അപ്പം ഇതെല്ലാം എടുത്തിട്ട് വാഷ് ചെയ്യും. ഭയങ്കര ജോലിയായി. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഭയങ്കര സമയം എടുക്കും. പിന്നെ ഈ നമുക്ക് വെള്ളപ്പൊക്കം വരുന്നത് കാരണമാണ് നമ്മളോട് ഭിത്തി മുഴുവൻ ഇങ്ങനെ പോയി കിടക്കുക. മുറിയിലെ താഴ ഭാഗം മുഴുവൻ പോയി കിടക്കുക. താഴ മുഴുവൻ പോയി കിടക്കുക മീനിങ് നമുക്ക് വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ അല്ലേ തണുപ്പ് അടിച്ചടിച്ച് അതൊക്കെ ഭിത്തിയിൽ തുളിയൊക്കെ മുഴുവൻ പോകുക. എത്ര പ്ലെയിൻ്റ് അടിച്ചാലും അത്രയേ ഉള്ളൂ. ഞാൻ കുടിക്കുന്നത് മിനറൽ വാട്ടർ മാത്രമാണ്. ഇവിടുത്തെ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഇതൊരു കഥ ഉണ്ട്. ശ്രീലങ്കയിൽ ഇരിക്കുമ്പോൾ ഞാൻ വെള്ളം കിണറിലെ വെള്ളം പൈപ്പ് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു. ആണെങ്കിലും ജോർദാൻ പോയ ശേഷം അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. മീനിങ് അത്രയ്ക്ക് ക്ലോറിൻ ആയിരുന്നു. അത് കാരണം ഞാൻ അവിടെ ഇരുന്ന് 2012 ജൂൺ മാസത്തിൽ 21-ാം തീയതി ഇരുന്ന് ഞാൻ മിനറൽ വാട്ടർ കുടിക്കാൻ വേണ്ടി തുടങ്ങി. ഇതുവരെ ഞാൻ കേരളത്തിൽ വന്നു ഞാൻ ഇതാണ് കുടിക്കുവാൻ. എനിക്കിപ്പോൾ വേറെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റും, അതെനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളോട് വലിയമ്മയുടെ വീട്ടിലേക്ക് പോയാൽ ഞങ്ങൾക്ക് കിണറിലെ വെള്ളമൊക്കെ കുടിക്കും. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് പൈപ്പ് വെള്ളമാണ്. എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അത് കാരണം കുറേ കുപ്പിയുണ്ട്. ഇത് 2 കളിഞ്ഞു. പക്ഷേ ഇതൊക്കെ ഉണ്ട്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊക്കെ കളിഞ്ഞിട്ടില്ല. ഈ കളിഞ്ഞത് നമുക്ക് കളയാം. അപ്പോൾ ഗൈസ് എനിക്ക് ഇടയിൽ ഭയങ്കര തലവേദനയാണ്. ജോർദാനിൽ ഇരുന്ന് ഞാൻ തലവേദന വന്നിട്ടാൽ എക്സോയിലാണ് ഉപയോഗിക്കുവാൻ. ശ്രീലങ്കയിൽ നിൽക്കുമ്പോൾ സിദ്ധാലേപ്പ് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഇരുന്ന് അതാണ് അന്തഭാമാണ് ഞാൻ ഉപയോഗിച്ചിട്ടിരുന്നത്. അപ്പോൾ ജോർദാനിക്ക് പോയപ്പുറം അതില്ലായിരുന്നു. അപ്പോൾ ജോർദാനിലിരുന്നാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇവരിപ്പോൾ എനിക്ക് നല്ലൊരു മീനിങ് എന്നോട് തലവേദന വന്നാൽ ഇവർക്ക് മാത്രമാണ് എന്നെ ആസ്വദിച്ച് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് പറയുവാൻ. അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റും ഇവർക്ക് മാത്രമാണ്. അപ്പോൾ ഇവർ എനിക്ക് ഇപ്പോൾ ഒരു നല്ല ഫ്രണ്ടായി മാറി. അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് ഉറപ്പായിട്ടും നോക്കണം. ഇത് തലവേദനയ്ക്ക് നല്ലൊരു സുഹൃത്താണ്. നിങ്ങൾ തീർന്ന് ചിന്തിച്ചാലും തീർന്നില്ല ഗൈസ്, ഇനിയുണ്ട്. ഇത് മറന്നാണ്. ഇതിപ്പോൾ ഞാൻ കുടിക്കുന്നത് വിറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ആണ്. എന്നോട് മുടിയെല്ലാം കൊട്ടുക, വിറ്റമിൻ ഡി കുറഞ്ഞ കാരണം വീക്ക്ലി വൺസ്. ഇപ്പോൾ ഞാൻ 3 വീക്ക് കുടിച്ച് പിന്നെ ഈ ശനിയാഴ്ചയാണ് இந்த ടാബ്ലറ്റ്. അതിന് ശേഷം പിന്നെയും മേടിക്കും. ഓപ്പൺ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്ത് ബെഡും ക്ലീൻ ചെയ്ത് കേർട്ടനും ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് ഇട്ട് നമ്മളോട് ടെഡി ബിയർസൊക്കെ നല്ലപോലെ വെച്ചിട്ട് ആദ്യം ബെഡ് ശരിയാക്കാം. അതിന് ശേഷം നമുക്ക് തൂത്തടിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ എന്നോട് ബെഡ് ശരിയാക്കിയിട്ടുണ്ട്. ഇതാണ് എന്നോട് ബെഡ്. ഞാൻ തലയിൽ തലങ്ങാനം വെക്കതില്ല. എനിക്ക് അവരാണ് വേണം. അവരുടെ തലയിൽ വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുവാൻ. ഇതെല്ലാം ഗിഫ്റ്റ് എന്നോട് ഹസ്ബൻഡ് ഞാൻ ജോർദാനിൽ നിൽക്കുന്ന സമയത്തിൽ എനിക്ക് മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ജോർദാൻ എന്നോട് കുറേ തുണിയും എന്നോട് കുറേ സാധനങ്ങളും
വിട്ടിട്ട് ഞാൻ കൊണ്ടുവന്നത് ഹസ്ബൻഡ് എനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് മുഴുവൻ കൊണ്ടുവന്നത്. ഈ ടെഡി ബെയർസ് ഇനി ഇവിടെ കൊണ്ട് ഹസ്ബൻഡ് എനിക്ക് ലവ് പണ്ണ സമയത്തിൽ കൊടുത്ത ഗിഫ്റ്റ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മെമ്മറീസൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എല്ലാം കൊണ്ടുവന്നത്. കുറേ തുണി ഉണ്ടായിരുന്നു, കുറേ കാര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കാർഗോ ശ്രീലങ്കയ്ക്ക് ഇട്ട് വേറെ എന്നോട് സാരി കുറേ സാരീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ജോർദാനിൽ എന്നോട് ഫ്രണ്ട്സൊക്കെ എല്ലാം കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് അത് എല്ലാത്തിനും എനിക്ക് വില കൂടിയ വില മതിപ്പോ എന്താ പറയുക മലയാളത്തിൽ, വില ഉള്ളത് എനിക്ക് എന്നോട് ഹസ്ബൻഡ് എനിക്ക് കൊടുത്ത ഗിഫ്റ്റ്സ്. അപ്പോൾ ഗൈസ് ഇത് എന്നോട് പഴയ ലൈറ്റാണ്. അപ്പോൾ എനിക്ക് പുതിയത് ഞാൻ മേടിച്ചായിരുന്നു. പുതിയത് മേടിച്ച് മീനിങ് ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേക്ക് കുറേ ഗിഫ്റ്റ് കൊടുത്ത് അതിൽ അന്ത ഗിഫ്റ്റ് ഇതും ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിലും എന്നോട് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ഹസ്ബൻഡാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇപ്പോൾ ഇതിൽ എനിക്ക് ഉപയോഗം അത്രയ്ക്ക് വരതില്ല. ഇത് ഓൾറെഡി പോയി എടുക്കുവാണ്. കാരണം ഞാൻ ഇതെല്ലാം കെട്ടി വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുവാൻ. അപ്പോൾ ഞാനിത് മേലെ വെക്കാം. അപ്പോൾ അത് മേലെ വെച്ച് അപ്പോൾ ഗൈസ് എൻ്റെ മുറി മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് ഏകദേശം എന്നോട് മുറി ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം തറ തുടച്ചോണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുറി മാത്രം ക്ലീൻ ആക്കാൻ എടുക്കുമ്പോൾ പറ്റത്തില്ല. മുറി മുഴുവൻ തൂത്തടിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇത് നമ്മളുടെ കടയാണ്. അപ്പോൾ ഇപ്പോൾ ചാച്ചനും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന് കണ്ടോ. ചാച്ചനും ഇവിടെ ഉണ്ട്. ഞാൻ ചാച്ചനക്ക് ഒരു മാസ്ക് കൊടുത്തില്ലെങ്കിൽ ഈ കുടി വന്നിട്ട് ജലദോഷം വരുവല്ലേ. കടയിലെ ആൾക്കാർ വന്നേ. അവിടെ വെക്കാം. ഈ ഗൈസ് നമ്മളുടെ ഈ സോഡ ഉണ്ട്. ഈ സോഡ മുഴുവൻ എടുത്തിട്ട് ഈ സോഡ മാറ്റാൻ വേണ്ടിയുള്ളത്, ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, മാറ്റാൻ വേണ്ടി ഉള്ള സോഡയാണ്. അത് அவங்க മാറ്റി കൊടുക്കും. അപ്പോൾ അതെടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റാൻ പോവാം. ഇങ്ങോട്ട് മാറ്റിയാൽ മാത്രം അത് മാറ്റാം. അത് എവിടെ തന്നെ മാറ്റി വെച്ചിട്ട് കൊണ്ടുപോവാം. ഞങ്ങാണെങ്കിൽ എല്ലാം കവർ ഇതുപോലൊരു കവറിനകത്താക്കും. ആക്കിയിട്ട് ഒരു ചേച്ചി വരും. ആ ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട് ശേഷം ആ ചേച്ചി എല്ലാം കൊണ്ടുപോകും. ഇതുപോലാണെങ്കിൽ ഞങ്ങൾ കത്തിക്കും. പ്ലാസ്റ്റിക് ഞങ്ങൾ കത്തിക്കതില്ല. എല്ലാം അമ്മ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കും. അങ്ങനെ അൽമാരിയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളപ്പൊക്കം വരുമ്പോൾ നമുക്കിങ്ങനെ പൊങ്ങി നിൽക്കാൻ പറ്റതില്ല. അതാ അങ്ങനെ പൊക്കി വെച്ചിട്ടുള്ളത്. ചാച്ചനാണെങ്കിൽ തേങ്ങ പുതിക്കുക അല്ലേ ചാച്ചൻ? തേങ്ങ പുതിക്കുക. എന്നോട് കയ്യിൽ 2 തേങ്ങ ഉണ്ട്, പുതിച്ച തേങ്ങ. ചാച്ചനക്ക് ഞാൻ മാസ്ക് കൊടുത്ത് ഇടാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഇത് നമുക്ക് ജലദോഷം വരും. ഞാനും മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയും ചാച്ചനക്കും കൊടുത്ത് ഇത് ചെയ്ത ശേഷം ഞങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ പോകുക. 3 തേങ്ങ പുതിച്ചെടുത്ത് 3 തേങ്ങ ഇങ്ങനെ പോയിട്ട് നമുക്ക് കടയിൽ വെക്കാം. കടയിൽ അരിച്ചടി ഇങ്ങോട്ട് വെക്കുക. കഴിഞ്ഞോ ആച്ചു? ഞാൻ വീട്ടിലകത്ത് തൂത്തടിച്ച്, ചാച്ചൻ വീട്ടിൽ പുറത്ത് തൂത്തടിച്ചു. എനിക്കാണെങ്കിൽ അമ്മയും ചാച്ചനും ഈ വീട്ടിലെ പുറത്ത് തൂത്തടിക്കാൻ വിടതേ ഇല്ല. അതെന്താ ചാച്ചൻ എന്നെ വിടാത്ത? ഇതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഇത് ഓൾറെഡി തുന്നാൻ മുക്കി വെച്ചിട്ടുണ്ട്. ഇത് മുക്കി വെക്കണം, ഇതും വാഷ് ചെയ്ത് എടുക്കണം. കുറേ കാര്യങ്ങളുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ മാസ്കിൻ്റെ ഉപയോഗം ഇപ്പോൾ വേണ്ട. നമുക്ക് തുണികളൊക്കെ ഭയങ്കര എളുപ്പം. ഇല്ല മോനെ,
ആ പണിയാ ලිය රෙදි හොදනකොට එකපාරක් හදුවම ඇති. காய்ச்சல் தாளிச்சு எனக்கு வேண்டாம். നമുക്ക് ആട്ടിൽ ഇറങ്ങി തുണി അലക്കുമ്പോൾ എളുപ്പമാണ്. ഒരു തവണ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത് ഇങ്ങനെ മണത്തിലിടുക. മണം പിന്നെ അത്രയേ ഉള്ളൂ. എളുപ്പമാണ്. സോപ്പ് പൊടി മുക്കി വെച്ച് 1 മണിക്കൂർ. പിന്നെ അതെല്ലാം ഇങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അലക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. തുണി അലക്കി കണ്ടു, അവിടെ വരെ ഉണ്ട്. ഇതെല്ലാം തുണി അലക്കി ഉണങ്ങാൻ വെച്ച് ഇട്ടതാണ്.